അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റീലൊരു ഡിസ്പ്ലേ ആണ് കാണിക്കുന്നത്. ആ ഒരു ഡിസ്പ്ലേ ഇങ്ങനെ വളയ്ക്കുന്നതും ഇങ്ങനെ ഒടിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അധികം ചോദിച്ചത് ഇത് ഫ്ലെക്സിബിൾ ഡിസ്പ്ലേ ആണോ, അത് ഫോൾഡിംഗ് ഡിവൈസിന്റെ ഡിസ്പ്ലേ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു റീൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് ഫ്ലെക്സിബിൾ ഡിസ്പ്ലേ ഒന്നുമല്ല, ഇത് നോർമൽ ഡിസ്പ്ലേ തന്നെയാണ്. ഇപ്പോൾ സാംസങ്ങിന്റെ പാനൽസ് നോക്കുകയാണെങ്കിൽ സാംസങ്ങിന് സൂപ്പർ ആമോലെഡ് ഉണ്ട്, ആമോലെഡ് പാനൽസ് വരാറുണ്ട്, സൂപ്പർ ആമോലെഡ് പ്ലസ് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു സൂപ്പർ ആമോലെഡ് പ്ലസ് എന്ന് പറയുന്നത് അത്യാവശ്യം കനം കുറഞ്ഞ ആമോലെഡ് പാനലാണ് ഈ ഒരു സൂപ്പർ ആമോലെഡ് പ്ലസ് എന്ന് പറയുന്നത്. അതാണ് നിങ്ങളിപ്പോൾ ഇത് കാണുന്നത്. അപ്പോൾ ഈ ഒരു സൂപ്പർ ആമോലെഡ് പ്ലസിന്റെ ഡിസ്പ്ലേ മാത്രമാണ്, ആ ഡിസ്പ്ലേ പാനൽ മാത്രമാണ്. നമ്മുടെ സ്മാർട്ട് ഫോണിലൊക്കെ വരുമ്പോൾ ആ ഒരു ഡിസ്പ്ലേ പാനലിന്റെ ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് എലമെന്റ് കൂടെ വരും. അതുകൊണ്ടാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണിലെ ഡിസ്പ്ലേ പെട്ടെന്ന് കംപ്ലൈന്റ് ആവാനുള്ള ചാൻസസ് ഹൈ ആണ്. റീൽ നമ്പർ 2. ഹായ്, ഒരു ഫോൺ വാങ്ങിക്കുക, അത് ഉപയോഗിക്കുക. ഒരു വർഷത്തിനിടയിൽ എന്തെങ്കിലും സീരിയസ് ആയ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ആ ഫോൺ റീപ്ലേസ് ചെയ്ത് പുതിയ ഫോൺ കയ്യിൽ തരുമെന്ന് ഒരു കമ്പനി ഓഫർ ചെയ്താൽ അത് കിടിലൻ ഓഫർ അല്ലേ? മാത്രമല്ല ആ ഫോൺ ഈ കാണുന്ന പോലെ നല്ല ഒന്നാന്തരം ഫ്ലാഗ്ഷിപ്പ് ലുക്കിലുള്ള ഒരു ഫോണാണ്. ആ ഫോണിൽ ഡൈമെൻസിറ്റി 7050 എന്ന് പറയുന്ന ഒന്നാന്തരം പ്രൊസസറും കൂടി ഉണ്ടെങ്കിൽ കിടിലൻ സെറ്റപ്പ് ആയില്ലേ? ലാവ അഗ്നി 5G 2 എന്ന് പറയുന്ന ഏറ്റവും പുതിയ ലാവ ഫോണിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അണ്ടർ 20,000 റുപ്പീസ് ആണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ വളരെ നല്ലൊരു ഓപ്ഷനാണ് ലാവ അഗ്നി 2 എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സ്പെക് ആണ്. സ്പെക് വൈസ് നോക്കുകയാണെങ്കിൽ നല്ലതാണ്. ഡിസ്പ്ലേ ക്വാളിറ്റി പലരും കംപ്ലൈന്റ് പറയുന്നുണ്ട്. എന്നാൽ അതൊക്കെ അപ്ഡേറ്റിലൂടെ ഇപ്പോൾ റീസെന്റ് അപ്ഡേറ്റിൽ ഫിക്സ് ആയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അത്യാവശ്യം നല്ലതാണ്. അതിലാകെ എനിക്കൊരു പ്രശ്നമാണ് തോന്നിയത് സെൽഫി ക്യാമറയുടെ പെർഫോമൻസ് ആവറേജ് ആണ്, ബിലോ ആവറേജ് എന്നൊക്കെ ആണെങ്കിൽ പറയാം. ബാക്കിയുള്ള ക്യാമറ സിസ്റ്റം ഒക്കെ അത്യാവശ്യം നല്ലതാണ്. ആ ഒരു പ്രൈസിന് അത്യാവശ്യം വർത്ത് ആയിട്ടുള്ള ഡിവൈസാണ് ലാവ അഗ്നി 2. മാത്രമല്ല ഒരു വർഷത്തേക്ക് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ ഓഫർ അടിപൊളിയാണ്. മാത്രമല്ല അതൊരു ഇന്ത്യൻ ബ്രാൻഡുടെയാണ്, അവരൊരു നല്ലൊരു ഇനിഷ്യേറ്റീവാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണാണ് അണ്ടർ 20,000 റുപ്പീസിനകത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺ. റീൽ നമ്പർ 3 എന്ന് പറയുന്നത് ഒരു ഐഫോൺ ഫോൾഡിംഗ് ഡിവൈസ് ആണ്. ഐഫോൺ പോലും ഇറക്കാത്ത ഐഫോൺ ഫോൾഡിംഗ് ഡിവൈസിന്റെ ഒരു റീലാണ്. അപ്പോൾ ഈ ഒരു റീൽ എനിക്ക് ഒരു ഫ്രണ്ട് അയച്ചു തന്നിട്ട് പറഞ്ഞു ഇത് എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഗാലക്സിയുടെ സി ഫ്ലിപ്പ് എന്ന് പറഞ്ഞ ഡിവൈസ് ഉണ്ടല്ലോ, ആ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുക. ആ ഒരു സ്മാർട്ട് ഫോണിൽ പ്ലേ സ്റ്റോറിനകത്ത് പോയിട്ട് ഏതെങ്കിലും iOS 17 ലോഞ്ചർ ഇൻസ്റ്റാൾ ചെയ്യുക. ലോഞ്ചർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് UI സെറ്റായി. ഇനി ബാക്കിലത്തെ പാനൽ നോക്കുകയാണെങ്കിൽ ഐഫോൺ 11 നമ്മൾ ഐഫോൺ 13 14 ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഗ്ലാസ് എലമെന്റ് ഉണ്ട്. അതായത് നമ്മൾ ആ ക്യാമറ അറിയില്ല ആ ഒരു സ്റ്റിക്കർ മേടിച്ച് ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു 14 Pro ആയിട്ടോ അല്ലെങ്കിൽ 13 Pro ആയിട്ടൊക്കെ അതിന്റെ ക്യാമറ കാണുമ്പോൾ തോന്നും. അങ്ങനത്തെ ഒരു സ്റ്റിക്കർ വാങ്ങിച്ച് ബാക്കിൽ ഒട്ടിക്കും. അപ്പോൾ ഇത്രയാണ് സംഭവം എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല, ആപ്പിളൊന്നുമല്ല ഈ ഒരു ഡിവൈസ് ഉണ്ടാക്കുന്നത്. പലർക്കും ഇത് കാണുമ്പോൾ കസ്റ്റമൈസ്ഡ് ഐഫോൺ ആയിട്ടൊക്കെ തോന്നുമെങ്കിലും അല്ല, ഇത് കസ്റ്റമൈസ്ഡ് സാംസങ് ഗാലക്സി സി ഫ്ലിപ്പ് ആണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട റീൽസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുക. ദിസ് ഈസ് ഫോൺമോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.